ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സിന്ധുമാളോസിൻ്റെ ഒരു സൂപ്പർ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നോണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. എല്ലായിടത്തും മഴയൊക്കെ കിട്ടിയോ? നമുക്ക് രണ്ട് ചെറിയ മഴയൊക്കെ കിട്ടി. വലിയ ആ ഉഷ്ണവും പരവേശമൊക്കെ ഇച്ചിരി കുറവുണ്ട് കേട്ടോ. ഭയങ്കര ചൂടല്ലായിരുന്നോ? ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടായിരുന്നു. ഇന്നലെയൊക്കെ ഒന്ന് രാത്രിയിൽ ഇച്ചിരി സമാധാനപരമായിട്ട് ഉറങ്ങാൻ പറ്റി കേട്ടോ. നാട്ടുമ്പുറത്തെ പോണക്ക് തന്നെ ഏകദേശം ചൂടായി നമ്മുടെ ഇടുക്കിയിലും കേട്ടോ. അപ്പം ദേ വളയും മോതിരമൊക്കെ ഊരി വെച്ചു, കൊലുസും മിഞ്ചി എല്ലാം ഊരി വെച്ചു. മിഞ്ചി എനിക്ക് എൻ്റെ ഒരു മോള് കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ വർഷം, ഈ ബർത്ത്ഡേ അല്ല അതിൻ്റെ മുമ്പത്തെ വർഷം ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ. അന്ന് ഞാൻ കാലം ഇട്ടിട്ട് ഇതുവരെ ഊരിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അവിടെ നന്നായിട്ടൊരു പാട് കൊടുക്കായി. ഇതുവരെ ഊരിട്ടില്ലായിരുന്നു. കാരണം നമുക്ക് ഒരാൾ ഒരു സ്നേഹത്തോടെ ഒരു സാധനം പിടിച്ചിരുന്നത് നമ്മൾ ഇട്ട് കാണാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അല്ലാണ്ട് അത് ഊരി വെച്ച് സൂക്ഷിച്ച് വെച്ച് ഇനി പിന്നെ കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിടാനായിട്ട് യോഗം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അത് കാലത്തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം പക്ഷേ ഈ ചെളിയും മണ്ണും ഒക്കെ അല്ലേ പോയി പണിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിനെല്ലാം മണ്ണൊക്കെ കയറി അത് ഇതാകില്ല, അപ്പടി പോറിയൊക്കെ പോകത്തില്ല. ഞാൻ വീട്ടിൽ കൂടെ തന്നെ ആയിരുന്നുകൊണ്ട് അങ്ങനെ ഒന്നും പറമ്പ് പണിയൊന്നും അല്ലായിരുന്നുകൊണ്ട് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഒരു ഡാമേജോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇത്രയും നാളായിട്ട് കാലയിൽ ഊരിട്ടില്ലായിരുന്നു പൂരി. പിന്നെ കൊലുസ് ഊരി വെച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം പോയിരുന്നത്. അപ്പം അവിടെ ചെന്നപ്പോൾ കയ്യെ ചെയിൻ കിടക്കുന്ന കണ്ടപ്പോഴത്തേനും വശി ചെണ്ടു പറഞ്ഞു, മാനെ ചെയിൻ ഇട്ടുകൊണ്ട് വരണ്ട കേട്ടോ, എവിടെയെങ്കിലും പോട്ടണ്ട അറിയല്ലോ എന്ന് പറഞ്ഞു. അപ്പം ദീപ ടീച്ചറിനോടും ദീപ ടീച്ചർ കയ്യെ ഊരിയേക്കരുതെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് മേടിച്ച് തന്നത് കേട്ടോ. പക്ഷേ നമ്മുടെ ഈ ഒരു പണി ടൈമിൽ മാത്രം ഊരാന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ചേട്ടായിക്ക് ഇടാനായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചേട്ടായിയുടെ കയ്യെ ചെറിയിടിപ്പിച്ച് കുസ്തി പിടിപ്പിച്ച് വിട്ടിട്ടുണ്ട്. പൊടി എനിക്കങ്ങ് വേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ നല്ല ഇതായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ചേട്ടൻ്റെ കയ്യായിട്ട്. അപ്പം ഞാൻ ചേട്ടൻ്റെ കയ്യിലിട്ട് കൊടുത്തു. അങ്ങനെ വിട്ടു. അങ്ങനെ അപ്പം എന്താ പറയുന്നത്, നമ്മൾ മണ്ണി പണിയാൻ പോകുമ്പോഴത്തേക്കും പിന്നെ കഴുത്തെ താലി ഇടാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാല മാത്രം ഇടുന്നില്ല. എല്ലാവരുടെയും കഴുത്തേലും ഒരു കുഞ്ഞു മാലയും കമ്മലും ഒക്കെ കാണത്തുള്ളൂ. കാരണം ഈ പറമ്പിനകത്തുള്ള പണിയാകുമ്പോൾ എവിടെയെങ്കിലും അഥവാ ചാടിപ്പോയിട്ടുണ്ട് നമ്മൾ അറിയല്ലോ, പിന്നെ കിട്ടത്തില്ലല്ലോ. ഇത്രയും എന്നാ വില, അക്ഷയ തൃതീയൊക്കെ ആയി, എല്ലാവരും ഒരുങ്ങി സ്വർണ്ണമൊക്കെ പിടിക്കാൻ ഭയങ്കര വിലയാണ് അല്ലേ, ഭയങ്കര വില. എന്തായാലും നമുക്കുള്ളത് നമ്മൾ നശിപ്പിക്കാണ്ട് സൂക്ഷിക്കണ്ടേ. അതൊരാൾ തന്നതാണെങ്കിലും അവർ അത്രയും കഷ്ടപ്പെട്ട് അത്രയും പാടുപെട്ട് മേടിച്ച ഒരു സാധനമായിരിക്കും. അതിന് അതിൻ്റേതായ മൂല്യം കൊടുക്കണ്ടേ അല്ലേ. അപ്പോൾ അങ്ങനെ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രണ്ട് കാര്യം ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുകളിലായിട്ട് ഞാൻ നിങ്ങളോട് പറയണമെന്ന് വിചാരിക്കുന്നതാണ് കേട്ടോ. പറയണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, മറന്നുപോയായിരുന്നു. ആദ്യത്തെ കാര്യം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നോ ഒരു അച്ഛൻ്റെ മകൻ ബോക്സിങ് ചെയ്ത് ഇടിച്ചു കൊല്ലുന്നത്? ഇടിക്കുന്ന ഇടി കണ്ടായിരുന്നോ? അസൽ ബോക്സിങ് മാതിരി തന്നെ, അതും മുഖത്തിനിട്ട്. നമ്മൾ സിനിമയ്ക്ക് അതും അല്ലെ ബോക്സിങ്ങിൻ്റെ ഒരു മത്സരം ഉണ്ടല്ലോ, അതിനകത്തൊക്കെ കണ്ട മാതിരിയാണ് അവൻ ചെയ്തത്. കണ്ടാൽ നല്ല മിടുക്കൻ ഒരു മോൻ, നല്ല എന്നാ പറയുന്നത്, കണ്ടാൽ തന്നെ നമുക്കൊരു ഇഷ്ടം തോന്നുന്ന അത്രയും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡ്രസ്സും കാണാനും ഒക്കെ ഭംഗിയുള്ള ഒരു മകൻ. സ്വന്തം അച്ഛൻ്റെ കേട്ടോ, സ്വന്തം അച്ഛൻ്റെ. ആ വീടൊക്കെ ഒന്ന് കണ്ടോ? നിങ്ങളൊക്കെ കണ്ടോ? ഒത്തിരി പേര് കണ്ടു കാണും ന്യൂസിനകത്ത്. ആ വീടൊക്കെ കണ്ടോ? അത്യാവശ്യം നല്ല വീടും നല്ല സെറ്റ്. അപ്പോൾ അവനെ എങ്ങനെ വളർത്തിയതായിരിക്കും? ആ ഒരു ക്വാളിറ്റിയിൽ അത്രയും സ്റ്റാൻഡേർഡായിട്ട് വളർത്തിക്കൊണ്ട് വന്നതായിരിക്കില്ലേ ആ അപ്പനും അമ്മയും? ഒന്ന് ഓർത്തേ, ആ ചെറുപ്പത്തിലെ എന്നാ പറയുന്നത്, സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഹോബിക്ക് വേണ്ടിയിട്ടോ ഒക്കെ ആ മകനെ ആ അച്ഛൻ കരോട്ട പഠിപ്പിച്ചു. പക്ഷെ ആ മകൻ എന്നാ ചെയ്തേ? അതുപയോഗിച്ച് അപ്പനെ കൊന്നു. ജീവിതം എന്നതാവും? എവിടെ പോയി കിടക്കും? ഇനി ആ മകൻ്റെ ജീവിതം എന്താണല്ലേ. നമ്മുടെ നാട് മാത്രം ഇങ്ങനെ ആയിപ്പോയത്, നശിച്ച് സത്യം പറഞ്ഞാൽ ഈ ചൂടൊന്നും അല്ല, തീമഴ പെയ്ത് എല്ലാം വെന്തടങ്ങണം. അതേമാതിരിയുള്ള പ്രവർത്തികളാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇറങ്ങിയിരുന്നത് അല്ലേ. പക്ഷെ പുറത്തൊക്കെ ഇത്ര ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യം ഞാൻ പറയുക, ഗൾഫ് രാജ്യങ്ങളിലൊന്നും ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല. പിന്നെ വൃദ്ധരെ ആണെങ്കിലും സംരക്ഷിക്കാനായിട്ട് അവിടെ സർക്കാർ അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങൾ ഒരുക്കിയിട്ടിട്ടുണ്ട് ഇഷ്ടംപോലെ. നമ്മുടെ നാട്ടിലും ഉണ്ട്. എങ്കിലും ഞാൻ പറയാണ്, കാരണവന്മാർക്കാണ് അവിടെ ഏറ്റവും വലിയ വില. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ. അതുകൊണ്ട് അവിടെ ഇങ്ങനത്തെ ദുഷ്ടതരങ്ങളൊന്നും ഇല്ല അധികം. പക്ഷേ നമ്മുടെ കൊച്ചു കേരളത്തിലാണ് ഇത് പെരുകിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. കാരണവന്മാരെ ദ്രോഹിച്ച് ഇല്ലായ്മ ചെയ്യുന്നത്. എനിക്കും അത് കണ്ടിട്ടുണ്ടല്ലോ. ആ ഒരു രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഞാൻ പിറ്റേ ദിവസം വീഡിയോയ്ക്ക് അത് പറയണമെന്നു. പക്ഷെ നമ്മുടെ ഈ പണിയും കാര്യങ്ങളുടെയും വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് അത് അങ്ങ് വിട്ടുപോയി. സത്യം പറഞ്ഞാൽ ദൈവമേ, അവനൊക്കെ എന്നതായിരിക്കും തമ്പുരാൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതെന്ന് അറിയത്തില്ല. ഈ ലോകത്തുണ്ടല്ലോ, ഈ ഭൂമി തന്നെ സ്വർഗം നിറങ്ങും. അവൻ അനുഭവിക്കാണ്ടൊന്നും പോകത്തില്ല. ഒരിക്കലും പോകത്തില്ല. അവന് ഈ ഭൂമി തന്നെ അതിനുള്ള ശിക്ഷ കിട്ടും. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ അപ്പന് കിട്ടിയ അവസ്ഥ. ഞാൻ വീഡിയോ എടുത്തിരുന്നതിൻ്റെ ഇടയ്ക്കുണ്ടല്ലോ
ടക്ടക്ന്ന് രണ്ട് കഥക് കൊട്ടുന്ന ശബ്ദം കേട്ടു. അപ്പം ഞാനിപ്പോൾ നമ്മുടെ ഇവിടെ അല്ലെന്ന് തോന്നുന്നത്. അതെന്ന് വെച്ചാൽ ചെറുതായിട്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അവൾ ബെല്ലടിച്ചു. പ്രിൻറ്റും കേട്ടോ, പ്രിൻറ്റും ഒക്കെ മാങ്ങായും കൂടെ വന്നാൽ മാങ്ങ ഒരു എന്താ പറയുന്നത് നല്ല സൂപ്പർ പച്ചമാങ്ങയാണ് കേട്ടോ. നല്ല അടിപൊളി പച്ചമാങ്ങ. അതേ ഒറ്റ കവറുണ്ട്, നമുക്ക് അച്ചാറിടാം. പക്ഷേ കഴിഞ്ഞ ആഴ്ചക്കാരൻ വെയിലത്ത് വെച്ച് നമുക്ക് ഉടക്കമാങ്ങ ഉടക്കാൻ നല്ല മാങ്ങ ഇത് പ്ലാത്തി മാങ്ങയാണ് കേട്ടോ. അവൻ്റെ ഒരു കമ്പ് ഒടിഞ്ഞു പോയി. ഇന്നലെ ഭയങ്കര ഒരു കാറ്റും മഴയൊക്കെ ചെറുതായിട്ട് പെയ്തല്ലോ, അന്നേരം കണ്ട് ഒടിഞ്ഞു പോയി. അതിനല്ല അതിന് നിറച്ച് ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെയിറ്റ് താങ്ങാൻ പറ്റാഞ്ഞിട്ടായിരിക്കും. അപ്പോൾ പരിസരങ്ങളിലെല്ലാം ഇന്ന് മാങ്ങയുണ്ട്. അപ്പോൾ അച്ചാറിടോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അല്ലേ. അത് ഉപ്പിലിടാൻ കൊള്ളുന്ന മാങ്ങയല്ല, അലിത്തങ്ങ് പോവും. എന്തായാലും അതങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു തരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് ആ അപ്പന് കിട്ടിയ അതേ ശിക്ഷ കിട്ടാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതേ ഉള്ളലയുടെ കുറവുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇന്നലെ ഞാനൊരു വാർത്ത കണ്ടു. വീട്ടിൽ ഇങ്ങനെയുള്ള ദുഷ്ടതലങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കാം ഇന്നലെ ഒരു വാർത്ത കണ്ടു. വീട്ടിൽ കാരണവന്മാരെ ദ്രോഹിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ആ മക്കളെ വീട്ടിൽ നിന്ന് തന്നെ ഒഴിവാക്കാം എന്ന്. അത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷവും ബഹുമാനം തോന്നി. കാരണം ഒത്തിരി വൃദ്ധ ദമ്പതികളുണ്ട്, ഒത്തിരി പ്രായമായവരുണ്ട്, മക്കളുടെ ക്രൂര ഏറ്റ് ജീവിക്കുന്നവർ കേട്ടോ. അതിനൊക്കെ ഒരു ഇതാവുമല്ലോ എന്ന് ഓർത്തു. അപ്പം ഒത്തിരി സന്തോഷമുണ്ട്. അങ്ങനെ ഒരു നിയമം വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അത് മുൻപോട്ട് നടപടിയാക്കി അങ്ങനെ തന്നെ പോകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം ഇപ്പം ഈ ഇടിച്ചു കൊന്ന മകനും വയസ്സാവും, അവനും മക്കളുണ്ടാവും. ഒരു തലമുറ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പം അടുത്ത തലമുറ അതിൻ്റെ അപ്പുറമല്ലേ ചെയ്യത്തുള്ളൂ. അത് മനസ്സിലാക്കുന്നില്ല. ഒരു പഴുത്ത പിലാവല വീഴുമ്പോഴത്തേനും പച്ചപ്പിലാവല ചിരിക്കും, ഓ അവൻ വീണ് ഞാൻ വീഴത്തില്ല. പക്ഷെ അങ്ങനല്ല, ഞാനും ഒരു നാൾ താഴെ വീഴും എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല സത്യം പറഞ്ഞാൽ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 2-3 ദിവസം മുമ്പുള്ള ഒരു വാർത്ത കണ്ടു. അതിലും വേദന. അത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അമ്മയുടെ ഈ ലോകത്തുള്ള അമ്മമാരുടെ വില കളയാൻ വേണ്ടിയിട്ടുണ്ടായിരിക്കുന്നത് ഇവളുമാരൊക്കെ പറയാതിരിക്കാൻ പറ്റില്ല. വലിയ എന്തോ പുണ്യപ്രവൃത്തിയാണ്. ആണുങ്ങളുടെ കൂടെ കണ്ട റൂമിലും ലോഡ്ജിലും ഒക്കെ പോയി വയറ്റിൽ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുക, എന്നിട്ട് കൊന്നുകളയുക, ഞെക്കിക്കൊല്ലുക, ഇതൊക്കെ ചെയ്യുന്നത് എന്തോ ഒരു പുണ്യപ്രവൃത്തിയായിട്ടാണ് ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ കാണുന്നത്. സത്യമല്ലേ? കണ്ടോ ഫ്ലാറ്റിൽ നിന്ന് എറിഞ്ഞു കൊന്നത് കണ്ടോ? എങ്ങനെയാ കുഞ്ഞിനെ അവൾക്ക് അവളുടെ കൈ വെച്ചെറിയാൻ തോന്നി? എത്ര ദുഷ്ടയാന്ന് ഓർത്ത് നോക്കി. അവളുടെ അമ്മ അങ്ങനെ ചെയ്തിരുന്നെങ്കിലോ അവളെ. അയ്യോ, എനിക്ക് എന്താണെന്നറിയാം ഞാൻ ഇത്രയും ഇങ്ങനെ പറയാൻ കാരണം, എന്നോട് ദിവസം ഒരു 5-6 പേരെങ്കിലും എൻ്റെ ഈ യൂട്യൂബിൻ്റെ ഫോണിനകത്ത് മെസ്സേജ് ഇടും, സിന്ധുമേ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല, ഒന്ന് പ്രാർത്ഥിക്കണേ സിന്ധുമേ. ആ ഓരോ വാക്ക് കേൾക്കുമ്പോഴല്ലോ നമുക്ക് മനസ്സിലൊരിതുണ്ട്. കാരണം മക്കളെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വരദാനമാണ്. ഇന്നത്തെ തൊഴിലുറപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. മഴ ചെറുതായിട്ട് 1-2 തുള്ളിയൊക്കെ പൊടിഞ്ഞു, പക്ഷെ മഴ കാര്യമായിട്ട് പെയ്തില്ല. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, നമ്മുടെ ചെടിയുടെ അവിടെ ഇങ്ങനെ കട്ട കെട്ടി വെച്ചില്ലേ, കെട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെ ഇച്ചിരി പൊക്കം ആയിട്ടുണ്ട്, കുറച്ച് മണ്ണിടണം. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും കുളിക്കുന്നതിന് മുമ്പേ അതങ്ങ് ചെയ്തേക്കാന്ന് വിചാരിച്ചു. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പണി ചെയ്തെങ്കിലല്ലേ അല്ലേ. അത് തന്നെയല്ല, എനിക്കൊരു സ്വഭാവമുണ്ട് കേട്ടോ. പണ്ടാണേലും അതെ, ഞാൻ ആനത്താനത്തൊക്കെ വിറകിനും ഓരോ പണികൾക്ക് പോയില്ലേ, എന്നിട്ട് അവിടുത്തെ പണി കഴിഞ്ഞ് കഴിയുമ്പോൾ 5 മണി കഴിയുമ്പോൾ പിന്നെ ഞാനുണ്ടല്ലോ നമ്മുടെ വീട്ടിലോട്ടുള്ള ആവശ്യത്തിനുള്ള വിറകി ഒന്നുണ്ട് അവിടുന്ന് 6-6:30 വരെ അങ്ങ് ചുമക്കും. പണി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സിന്ധൂര് ഭയങ്കര മടിയാണ്. അതുപോലെ അവരെല്ലാം ഇത് കളിയാക്കും. എന്ന് പറഞ്ഞു കൊടുക്കാം. ഇന്നിപ്പോൾ തൊഴിലുറപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നപ്പോൾ ഞാൻ ഓർത്തെന്നാൽ അവിടെയും കൂടെ ചെടിക്കകത്തൂടെ മണ്ണിട്ടേക്കാം. അതാ മണ്ണൂടെ ഇട്ടേ. പണിക്കാരിയുടെ ചെരുപ്പൊക്കെ കണ്ടോ, നിറച്ച് ചെളിയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടെ എല്ലാം മണ്ണ് കുറവാണ് കണ്ടോ, ഭയങ്കര കുഴി മാതിരിയായി. ഇത്രയും ഇങ്ങനെ സ്പേസ് കിടക്കും. ഇത് കണ്ടോ, ഇങ്ങനെ മൊത്തത്തിൽ കിടക്കുക. അവിടുന്ന് അവിടെ വരെ ഇടണം മൊത്തത്തിൽ. അപ്പം നാളെ ഗ്യാസ് വരും. അപ്പം ഞാൻ സജിയോടൊന്ന് എടുത്തു വെക്കാൻ പറയാൻ വേണ്ടി സിലിണ്ടർ എടുത്ത് വെച്ചാൽ കേട്ടോ. ചട്ടി ഞാൻ എടുത്ത് വെച്ചത് എന്തിനാണെന്നറിയോ, നമുക്ക് മണ്ണ് കോരാൻ വേണ്ടി. അങ്ങനെ ചട്ടിയും തുമ്പായും ഒക്കെ ആയിട്ട് പറമ്പിലോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഇതെന്നാണെന്നറിയാം, ഞാൻ പുറത്തിറങ്ങിപ്പോയി കഴിഞ്ഞിട്ടുള്ള സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വോയിസ് കൊടുക്കാമെന്ന് വെച്ചത്. പക്ഷേ ഭയങ്കര സങ്കടകരമായിട്ട് എനിക്ക് വീണ്ടും വിഷമങ്ങളാണ് കാണുന്നത് കേട്ടോ. ഞാൻ ഇന്ന് പിന്നെ തൊഴിലുറപ്പിന് ചെന്നപ്പോഴത്തേന് ഇന്നലെ സത്യം പറഞ്ഞാൽ എനിക്ക് ശാലം പോലും സമയം കിട്ടിയില്ല ന്യൂസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇന്ന് തൊഴിലുറപ്പിന് ചെന്നപ്പോൾ പറയായിരുന്നു, ചേച്ചിമാർ പറയാം, ഒരു പെൺകൊച്ച് ബാത്റൂമിനകത്ത് 3-4 അവളുമാർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു റൂമിൽ എന്നിട്ട് പ്രസവിച്ച് കൊച്ചിനെ കൈ പിടിച്ചുകൊണ്ടിരുന്നു. ബാത്റൂമിൽ നിന്ന് ഇറങ്ങാണ്ട് വിളിച്ചപ്പോൾ നിങ്ങളൊക്കെ ന്യൂസ് കണ്ടു കാണും.
അതിനെ ഏതായാലും കൊല്ലാനായിട്ട് അവൾക്ക് അവസരം കിട്ടിയില്ല. കാരണം ഒരുത്തി ഈ ഫ്ലാറ്റിൽ നിന്ന് എറിഞ്ഞു കൊന്നതിൻ്റെ ഇത് ചൂടാറിയിട്ടില്ലല്ലോ ഇപ്പോൾ. അതുകൊണ്ട് എങ്ങനെ ഇവളുമാരൊക്കെ എന്തൊരു പ്രവർത്തികളാണ് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കുമോ നമ്മുടെ മക്കൾ പഠിക്കാനായിട്ട് ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ഓരോ ഹോസ്റ്റലിലും അവിടെയൊക്കെ വിടുമ്പോൾ ഓരോ സ്ഥലങ്ങളിൽ വിട്ട് പഠിപ്പിക്കാൻ വിടുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതെന്നല്ലേ. സത്യം പറഞ്ഞാൽ ഈ കാലത്തിൻ്റെ പോക്ക് എന്നാ ധൈര്യമാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓരോ ആണുങ്ങളുടെ പുറകെ ഓരോ റൂമുകളിലും കാര്യങ്ങളിലും പോകും. എന്നിട്ട് വെട്ടുകൊണ്ടും കുത്തുകൊണ്ടും അല്ലെ കെട്ടിത്തൂക്കി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. ഇത്രയെല്ലാം കണ്ടാലും പഠിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുക. ഏതൊരു ദിവസത്തെ പത്രം എടുത്ത് നോക്കിയാലും അവിടെ കൊന്നു ഇവിടെ കൊന്നു, അല്ലെ കാമുകൻ്റെ കൂടെ പോയടുത്ത് വെട്ടിക്കൊന്നു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. ഓരോ ദിവസവും ന്യൂസിനകത്തുണ്ട്. എന്നിട്ടും ഇതൊന്നും പഠിക്കുന്നില്ലല്ലോ. അത് തന്നെയല്ല, പിഞ്ചു മാലാഹ കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിൽ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ അല്ലേ ഒരു കണക്ക് പറഞ്ഞാൽ. എന്നിട്ട് അതുങ്ങളെ ഇങ്ങനെ കൊല്ലാനായിട്ടും. അയ്യോ, എനിക്ക് ആ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അവക്കൊക്കെ ദൈവം എന്നതായിരിക്കും വെച്ചിരിക്കുന്നതെന്ന് ഞാൻ ഓർക്കുന്നത്. സത്യം പറയാനുണ്ടല്ലോ, ഞാൻ ഈ നമ്മുടെ TV ചാർജ് ചെയ്യും, പക്ഷേ ഞാൻ ന്യൂസ് വെക്കത്തില്ല. എനിക്ക് പേടിയായി ഇത് കാണുമ്പോൾ പിന്നെ എനിക്ക് ഉറക്കം കിട്ടത്തില്ല. എന്തൊരു കാലമാണ്. ഞാനൊക്കെ ഓർക്കും, എൻ്റെ ദൈവമേ, മക്കളെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന എത്രയോ അമ്മമാരുണ്ട് ഈ ലോകത്ത്. ഇവളുമാരൊക്കെ എന്നെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒത്തിരി ആർഭാടത്തിലും ഒക്കെ വളർത്തുന്ന മക്കളാണ് ഇങ്ങനെയൊക്കെ ഒരു പരിധി വരെ ചെയ്തു കൂട്ടുന്നതല്ലേ. ദൈവത്തിൻ്റെ മുമ്പിൽ എന്നതായിരിക്കും കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല. ദൈവമേ, ഞാനുണ്ടല്ലോ അവിടെ നിന്ന് താഴേന്ന് വട്ടത്തിൽ കറക്കിക്കൊണ്ട് വരാതെ അങ്ങോട്ട് കോരിയിടുകയാണ് കേട്ടോ. താഴെ തന്നെ നിന്ന് മണ്ണ് കോരിയിടുക. ആരെയും കൂടെ അവിടെ വന്ന് നിന്ന് എന്നോട് പറയുന്നുണ്ട് കേട്ടോ, എന്നെ എടുക്കുക സിന്ധുമ്മേ എന്നൊക്കെ ചോദിച്ച്. ചിന്താമ്മ ഭയങ്കര പണിയൊക്കെ. അവിടുന്ന് ചെടിക്ക് മണ്ണിട്ടു, അവിടുന്ന് ചെടിക്ക് വേണ്ടി മണ്ണ് ഇങ്ങോട്ടിട്ടു. കോരി അല്ലേ, കോരി നമ്മൾ എടുത്തു അല്ലേ. നമുക്ക് നല്ല വൃത്തിയായില്ലേ. ഇപ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാം. നമുക്കെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാത്തിനെയും അല്ലേ എങ്ങനെ ഉണ്ടെന്ന്. എന്നിട്ട് നമുക്ക് നല്ല ചെടിയൊക്കെ മേടിച്ച് കഴിയുമ്പോൾ പിടിപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ കാണിച്ചു കൊടുക്കാം അല്ലേ. എന്താ പറഞ്ഞാൽ എനിക്കൊരു കൊച്ച് പിന്നെ 2-3 റോസയും സംഭവമൊക്കെ അയച്ചു തന്നു കേട്ടോ. ഞാനിവിടെ നട്ടു വെച്ചു. നിറച്ച് കൊണ്ടുവന്നപ്പോൾ ഒരു മെറൂൺ കളർ ഒരു കുഞ്ഞി പൂ വിരിഞ്ഞ്, അത് നിറച്ച് പൂ വിരിയെന്ന് പറഞ്ഞു. ഇത് പകുതി കളിപ്പാണ് കേട്ടോ, കളിപ്പീരായി ചെടിയിലേക്ക്. വള്ളി പോലെ ഇതുകൊണ്ടോ ഭയങ്കരമായിട്ട് പടന്ന് പന്തലിച്ച് ഇങ്ങനെ കിടക്കുന്നതല്ലാതെ ഒറ്റ പൂവുണ്ടായില്ല. ഇത് വളർന്ന് ഭയങ്കരമായിട്ട്, കാരണം ഞാൻ ഒത്തിരി ഇത് കൂട്ടൊക്കെ ഇട്ടത് കണ്ടോ. അത് മറ്റേ നല്ല റോസയാ. ഇതെന്നാ റോസയാണെന്ന് എനിക്കറിയില്ല. ഏതായാലും നിൽക്കട്ടെ, വെട്ടിക്കളയുന്നില്ല. ഏതായാലും നോക്കാൻ റോസയാകുമ്പോഴേ വള്ളിമാരിയൊക്കെ ആയ മുള്ളായ ഭയങ്കര ഇതാവും, വള്ളിയായി കിടക്കുക. ഒരു കുറച്ച് ദിവസം നോക്കാം വല്ല പൂവ് ഉണ്ടാവുമോന്ന്. അത് കഴിഞ്ഞിട്ടല്ലേ വെട്ടിക്കളയാം അല്ലേ. ഉണ്ട്, ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം വളർന്നു ഭയങ്കരമായിട്ട്, പക്ഷെ ഒന്നും പൂവുണ്ടായില്ല. അതുകൊണ്ടൊരു വിഷമം. അല്ല, കാശ് കൊടുത്തിട്ട് വെച്ച് മേടിച്ചു തന്നാ ഒരു ബാംഗ്ലൂരൊക്കെ വെച്ച് ചേച്ചി നിങ്ങൾക്ക് ഒരു ആൻറ്റി. ഞങ്ങൾ കൊച്ചെന്നൊക്കെ പറഞ്ഞാലും നീ ആൻറ്റി എന്നുകൊണ്ടാ പറയാം. നിങ്ങൾക്ക് അറിയത്തില്ല അല്ലേ. മനുഷ്യരെ വന്നിട്ട് ഒരു കാര്യം പറ്റിയില്ല. വീഡിയോ എടുക്കണമെന്നൊക്കെ ഓർത്തിട്ടേ തൊഴിലുറപ്പ് പോക്ക് കാരണം ഒന്നും എടുക്കാൻ പറ്റില്ല. രണ്ട് ചെടിക്കൊക്കെ നല്ല സെറ്റാക്കി 10-28 ചട്ടി മണ്ണും ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, മൊത്തം പുല്ലും കളയൊക്കെ അല്ലായിരുന്നോ. അപ്പം ഞാൻ ചെയ്യണ്ടേ നല്ല സൂപ്പറായിട്ട് മണ്ണൊക്കെ എടുത്തിട്ട് സെറ്റാക്കി. കണ്ടോ, ഇച്ചിരി പണി പെടുത്തു, ശകലം മടുത്തു, എന്നാലും കുഴപ്പമില്ല. കാണുമ്പം ഭയങ്കര ഒരു സന്തോഷം. കണ്ണനും ആര്യനും അവിടെ കളിക്കുന്ന കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ ഇനി നമുക്ക് ചെടിച്ചട്ടി മേടിച്ചിട്ട് ചെടിച്ചട്ടിക്കകത്താക്കണം. ഞാൻ ചുമ്മാ ഇങ്ങനെ വെച്ചാൽ ആ ചെടിച്ചട്ടി എങ്ങനെയോ പൊട്ടിപ്പോയി വരണം. അതൊക്കെ എടുത്ത് പൊട്ടയൊക്കെ കളഞ്ഞിട്ട് നല്ല കുറേ കുഞ്ഞു ചെടിച്ചട്ടി മേടിച്ചിട്ട് നമുക്കിവിടെയൊക്കെ സെറ്റാക്കി വെക്കണം. ഉണ്ടോ, എല്ലാം മൊത്തം മണ്ണിട്ട് സെറ്റാക്കി. ഇനിയിപ്പം എന്നാ പറയുന്നത്, അവിടെ വെട്ടി നിരത്തിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. കുറേ നാളായില്ലേ കണ്ണനെയൊക്കെ കണ്ടിട്ട്, കാണാൻ പറ്റുന്നില്ല. അവന്മാരവിടെ നിന്ന് കളിക്കുന്നത് കണ്ടോ, കണ്ണന് വരുന്നു. ഇതാണോ നിങ്ങളുടെ ബോള്? ഫസ്റ്റ് ബോളാണല്ലോ.
ഇത് അവിടുന്ന് ഓൺലൈനിൽ നിന്ന് മേടിച്ചാണോ? അല്ല ഏ ആ എന്നാ ശരി ശരി. പൊറോശ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പൊറോശ ഇന്നലെ ഞാനൊരു സൂപ്പർ പണിയൊക്കെ ചെയ്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം. മഴയൊക്കെ പെയ്തപ്പോൾ ഈ സാധനത്തിൽ കൂടെ മൊത്തം വെള്ളവും പൊക്കോളും കേട്ടോ. നല്ല സൂപ്പറാണ്. അത് ഏതായാലും നന്നായി. പക്ഷെ വെയിലുള്ളപ്പോൾ എടുത്ത് കെട്ടി വെച്ചിട്ട് പോകണം, അല്ലെങ്കിൽ മൂടി വെച്ചിട്ട് പോകണം. ഞാൻ ഇതെന്നാണെന്നറിയാമോ? ബ്രഹ്മി, ഇത് കറ്റാർവാഴ, അതെല്ലാം ഇങ്ങോട്ടെടുത്ത് വെച്ചാൽ കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഇവിടെ എല്ലാം കാന ഊരി വിട്ടു. ഓ സൂപ്പർ സംഭവം ഞാൻ കാണിക്കട്ടെ. കണ്ടോ, നല്ല രസമില്ലേ കാണാനായിട്ട്? ഹായ്, നല്ല ഭംഗിയുണ്ടല്ലേ? മഴ പെയ്തതേ കുറ്റി നിറഞ്ഞു കിടക്കുന്നു കേട്ടോ. ഇന്നലത്തെ മഴയുടെ അവിടെ നല്ലൊരു കപ്പളത്തിൻ്റെ കിളുത്ത് വരുന്നുണ്ട്. ആ കപ്പളത്തിൻ്റെ മകളാണ്. ഇവിടെ ഓർമ്മയുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പേരയും ചാമ്പയും നട്ടിട്ടില്ല. ഇതും ആ മോൾ അയച്ചത് തന്നെയാണ് കേട്ടോ. ആ റോസ് ചെടി തന്നെ, പക്ഷേ റോസ് ചെടി മാത്രം മോശമായിപ്പോയി. റോസ് ചെടിയും ചെമ്പരത്തിയും എല്ലാം പോയി. പക്ഷേ പേരയും ചാമ്പയും സൂപ്പറായിട്ട് നിൽപ്പുണ്ട്. നമുക്ക് അവനെ നടണം. ഞാൻ പിന്നെ റംബൂട്ടാൻ കരിയാൻ തുടങ്ങിയിട്ട് ഇവിടെ ഇരുന്നിട്ട് വെച്ചാൽ അത് കിളുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് വേണേൽ താഴെ പറിച്ച് നടാം. ഇതേ ഇവിടെ ഒക്കെ ഇങ്ങനെ കാന ഊരി വിട്ടു, അല്ലേ വെള്ളമെല്ലാം ഇങ്ങോട്ടേക്ക് വരുമായിരുന്നു. സന്ധ്യകൾക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്ത് ഇച്ചിരി നേരം ഒന്ന് ഇറങ്ങി നിന്ന് കേട്ടോ. അന്നേരം വേറൊരു ആകാശമായിരുന്നു. ഇപ്പം നോക്കി അതിലും ഭയങ്കര രസമുള്ള ആകാശം. ഇവിടെ മൊത്തം മുമ്പേ കാർമേഘമായിരുന്നു. കാർമേഘമൊക്കെ മാറി ചെമ്മാനമായി കടലിൽ മത്തി നിറച്ച് കിട്ടുമെന്നാണ് പറയുന്നത് കേട്ടോ. നല്ല രസമില്ലേ? പ്രകൃതിയുടെ ഒരു ഭംഗി കാണാനല്ലേ. ഇതൊക്കെ തമ്പുരാൻ്റെ കരവിരുതല്ലേ അല്ലേ? എന്തേരം ഓരോ കാര്യങ്ങൾ ദൈവം നമുക്ക് സമൃദ്ധമായിട്ട് എന്ത് ഇതായിട്ടാണ് തന്നേക്കുന്നത് അല്ലേ? ഇതൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ? മനസ്സിനൊരു ഒത്തിരി സന്തോഷം തോന്നും. എനിക്കൊത്തിരി സന്തോഷം തോന്നും. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഏറെക്കുറെ ഒരു പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഈ ആകാശമൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു പാട്ട് വരുന്നുണ്ട്. ഏതാന്ന് പറട്ടെ? മനം തെളിഞ്ഞേ നിന്നാൽ മനസ്സും നിറഞ്ഞേ വന്നാൽ വേണം കല്യാണം. അപ്പോൾ എനിക്കിത് ബാക്കി കുറച്ച് പരിപാടികളും കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് സന്തോഷിച്ചിരുന്നു. ചേട്ടായി വരാറായിട്ടുണ്ട്. നാളെ രാവിലെ എനിക്ക് തൊഴിലുറപ്പിന് പോകണം. അതിന് കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളോട് എല്ലാവരോടും ഒരിക്കൽ കൂടി എൻ്റെ സന്തോഷങ്ങളും ഇതെല്ലാം പങ്കുവെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാം ചെയ്യണം, ഓടിപ്പോയി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ ഇടിച്ചു പിടിച്ചു തരാം. അപ്പോൾ പുതിയൊരു വീഡിയോ എല്ലാവർക്കും ടാറ്റാ.